ഞാൻ എന്താ അമ്മുക്കുട്ടി ചെയ്യാ? പിടഞ്ഞു പോയവൻ കാർമേഘങ്ങളാൽ മൂടി ഇരുൾ നിറഞ്ഞ മനസ്സിലേക്ക് പൂനിലാവായി അമ്മുക്കുട്ടിയുടെ പുഞ്ചിരിക്കുന്ന മുഖം തെളിഞ്ഞു. പാവല്ലേ ഏട്ടാ നന്ദനക്കുട്ടി. എന്നേക്കാ ഒരുപാട് പാവാവള്. ഒരുപാട് വേദന സഹിച്ചവള്. മരിച്ചുപോയ എന്നെ ഏട്ടൻ ഇത്രയേറെ സ്നേഹിക്കുന്നില്ലേ? ജീവിച്ചിരുന്നവർക്ക് അത്രയും പ്രണയം നിറച്ചു കൊടുത്താ ഇരട്ടിയായി തിരിച്ചു കിട്ടില്ല ഏട്ടാ. എനിക്കതല്ലേ ഒരു സന്തോഷം. നമ്മുടെ മോള് നന്ദനക്കുട്ടിയുടെ കൈകളിൽ ഭദ്രായിരിക്കും. എൻ്റെ ഏട്ടനും. പ്രിയപ്പെട്ടവളുടെ കുഴിമാടത്തിനരികിൽ ചെന്ന് സങ്കടങ്ങൾ അത്രയും ഒഴുക്കുമ്പോൾ ആരവ് കരഞ്ഞുപോയി. വിഷമങ്ങൾ സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അമ്മൂനോടാകും എല്ലാം പങ്കുവെക്കുക. നേരത്തെയുള്ള ശീലായിരുന്നു ഒരുമിച്ച് ജീവിക്കുമ്പോഴേ. ഓർമ്മകൾ ഓരോന്നും മനസ്സിലൂടെ വിങ്ങലായി കടന്നുപോയി. അമ്മൂനോളം തന്നെയാർക്കും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് അടിയുറച്ച് വിശ്വസിച്ചു. പക്ഷേ നന്ദനക്കുട്ടി ആ ധാരണകളെല്ലാം തിരുത്തിക്കുറിച്ചു. ഉച്ചയ്ക്ക് വന്നതല്ലേ, പോയിട്ട് വായേട്ടാ. നന്ദനക്കുട്ടി വിഷമിക്കുന്നുണ്ടാവും. വീശിയ മന്ദമാരുതനിൽ അമ്മുവിന്റെ സ്വരം മുഴുങ്ങിയതുപോലെ അനുഭവപ്പെട്ടതും പിടഞ്ഞുണർന്നു. ഉച്ചയ്ക്ക് വന്നതാണ്. അവിടെ നിൽക്കുമ്പോൾ ഉരുകിത്തീരും പോലെ തോന്നി. കിണറ്റിൻകരയിൽ നിന്നും വെള്ളം കോരി തലയിലൂടെ പല പ്രാവശ്യം ഒഴിച്ചു. പൊള്ളുന്ന മനസ്സൊരു ആശ്വാസമായി ജലകണങ്ങൾ അവന്റെ മേനെ പുണർന്നിറങ്ങി. കുളിക്കഴിഞ്ഞ് മുണ്ടു ഷർട്ടും ധരിച്ച് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ക്ഷേത്രനടയ്ക്ക് മുമ്പിലൂടെ പോയപ്പോ മനസ്സൊന്നു വിങ്ങി. അമ്മുവുമായി എത്ര പ്രാവശ്യം ഒരുമിച്ച് തൊഴുതിറങ്ങിയിരിക്കുന്നു. അവളെ ദൈവം തിരികെ വിളിച്ചതോടെ ക്ഷേത്രവും വിശ്വാസവും എല്ലാം അകന്നുപോയി. വർഷങ്ങൾക്ക് ശേഷം അമ്പലത്തിലേക്ക് നോക്കി ശുഭഭക്തി വിശ്വാസത്തോടെ കൈകൾ കൂപ്പുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മേ മഹാമായേ, നന്ദിനിക്ക് ഒരാപത്തും വരുത്തരുതേ. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഡോക്ടർ വക ശരിക്കും ശകാരം കിട്ടി. അഡ്മിറ്റ് ചെയ്തിരുന്നല്ലേ തന്നെ, എന്നിട്ട് യാതൊരു ബോധവും ഇല്ലാതെ എങ്ങോട്ടാ പോയത്? ഡോക്ടർ അങ്ങനെ വിളിക്കുമ്പോൾ മിഴികൾ നിറഞ്ഞ സ്വരമിടറിയിരുന്നു. ഞാനിവിടെ നിന്ന നെഞ്ചു പൊട്ടി ചത്തു പോകുമായിരുന്നു ഡോക്ടർ. എനിക്ക് കാണാൻ വയ്യ നന്ദിനിയുടെ ഈ അവസ്ഥ. ഡോക്ടർ ഹൃദയത്തിലൊരു തിരയിളക്കമുണ്ടായി. 2-3 ദിവസം മുമ്പേ തന്നെ കാണാനായി വന്നൊരു പെൺകുട്ടിയും പുരുഷനും, കൂടെ 7 വയസ്സുള്ളൊരു മാലാഖയും. ആദ്യമായി കണ്ടപ്പോൾ കരുതിയത് ദമ്പതികളായിരിക്കും എന്നാണ്. നന്ദനക്കുട്ടിക്ക് പനി കുറഞ്ഞിട്ടുണ്ട്. ഉണർന്നപ്പോൾ ആദ്യം തിരക്കിയത് തൻ്റെ പനി എങ്ങനെയുണ്ടെന്നാ. അനുകമ്പയോടെ ഡോക്ടർ പറയുമ്പോൾ ഹൃദയത്തിലൊരു വേലിയേറ്റമുണ്ടാക്കി. മരണത്തിലേക്ക് നടക്കുമ്പോഴും തന്നെക്കുറിച്ച് മാത്രമായിരുന്നു നന്ദിനിയുടെ ആദ്യം മുഴുവനും. ഓർക്കും തോറും നെഞ്ഞ് പിന്നെയും വരഞ്ഞു കീറി. ചെല്ലടോ, നന്ദിനിക്കുട്ടിക്കൊപ്പം എല്ലാവരും തന്നെ കാത്തിരിക്കുക. ഈ ഹോസ്പിറ്റൽ മുഴുവൻ തൻ്റെ വരവിനായി. ഡോക്ടർ കൈകൾ ചേർത്ത് പിടിച്ച് തൊഴുതുപോയി. താൻ ചെല്ലടോ. സ്നേഹപൂർവ്വം ഒഴിഞ്ഞ് ഡോക്ടർ നടന്നകന്നു കഴിഞ്ഞു. ആരോ ചെല്ലുമ്പോൾ കണ്ടത് തന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ മുഖത്ത് തെളിഞ്ഞ നറുനിലാവാണ്. വാക്കുകൾ പോയിട്ട് നോട്ടം കൊണ്ടുപോലും ഒരാളും കുറ്റപ്പെടുത്തിയില്ല അവനെ. അച്ഛാ. ആരവനെ കണ്ടതും ഉമ്മയുടെ അടുത്തു നിന്നും ആരതി മോള് അവനരികിലേക്ക് ഓടിച്ചെന്നു. അമ്മ കണ്ണു തുറന്നച്ചാ. കുഞ്ഞിക്കണ്ണുകളിൽ സന്തോഷം വിരിഞ്ഞത് കണ്ടു. വാരിയെടുത്ത് കുഞ്ഞിക്കവളിൽ ചുണ്ടുകൾ അമർത്തി. അകത്തേക്ക് ചെല്ലുമോനെ. അവൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. മോളെ അവൽ നിന്നും വാങ്ങി കണ്ണുനീരോടെ ഉമ്മ പറഞ്ഞതും ആരവന്റെ ഹൃദയം പിടഞ്ഞുപോയി. പെറ്റവയറിന്റെ വിലാപാണ്. കൈനീട്ടി അവൻ അവരുടെ നീർമണിത്തുള്ളികൾ ഒപ്പിയെടുത്തു. അമ്മ വിഷമിക്കാതെ, ഞാൻ പൊക്കോളാം. ഉമ്മയെ ആശ്വസിപ്പിച്ച് ആരവ് അകത്തേക്ക് കയറി. മരുന്നുകളുടെ ലോകത്ത് മയക്കത്തിലായിരുന്നു നന്ദിനിക്കുട്ടി. ഒരു ദിവസം കൊണ്ട് അവളാകെ വാടി തളർന്നിരിക്കുന്നുവെന്ന് വേദനയോടെ ഓർത്തു. വിടർന്ന് സൗരഭ്യം പൊഴിച്ചിരുന്ന താമരപ്പൂയ്മകൾ ചിമ്മാതെ കൂമ്പിയടഞ്ഞിരിക്കുന്നു. അവൻ അവൾക്കരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു. കാതുകൾക്ക് അരികിലേക്ക് ചുണ്ടുകൾ ചേർത്ത് പ്രണയത്തോടെ വിളിച്ചു. നന്ദിനി. കാതുകളിലൂടെ ഒഴുകിയിറങ്ങിയ പ്രണയസ്വരം നന്ദിനിക്കുട്ടിയുടെ അന്തരാത്മാവിലേക്ക് ഇറങ്ങിച്ചെന്നു. മെല്ലെ അവളുടെ മകൾ ചലിച്ച് ശരീരമൊന്നനങ്ങി. കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കി. തൊട്ടരികിൽ ആരവിന്റെ മുഖം. പനി കുറഞ്ഞോ ആരവ്? മരണത്തിലേക്ക് തിരികെ പോയി മടങ്ങി വന്നവളുടെ ആവലാതി നിറഞ്ഞ സ്വരം കാതിലേക്ക് ഇരച്ചു കയറി. ആരവിന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല.
കുതിച്ചു ചാടിയ മിഴിനീരിനെ പിടിച്ചു നിർത്താതെ അവൾ നെറ്റിയിലും കവിളിലും പ്രണയത്തോടെ ചുംബിച്ചു. മാപ്പ് നന്ദിനിക്കുട്ടിയെ, അറിയാതെങ്കിലും വേദനിപ്പിച്ചതിന്. ആരോ സോറി ഒന്നും വേണ്ട. ഞാനല്ലേ അർഹിക്കാത്തത് ആഗ്രഹിച്ചത്. മോളും ആരവും സുഖമായിരിക്കുന്നത് കേട്ടാൽ മതി. ശല്യമായി ഞാൻ ഇനി വരില്ല. ഹൃദയത്തിൽ നിന്നും പെയ്തിറങ്ങിയ നോവോടെ നന്ദിനിക്കുട്ടി അടക്കി നിർത്താൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ മുഖം പൊത്തി ഉറക്കെ കരഞ്ഞു, പ്രാണൻ വിട്ടകലുന്ന വേദനയോടെ. നന്ദിൽ നിന്നും ഉയർന്ന വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു. കരയിലിട്ട മത്സ്യത്തെപ്പോലെ ഒന്ന് പിടച്ചു. എനിക്ക് ശല്യമല്ല ഒരിക്കലും. എനിക്ക് വേണം നന്ദിനിയെ. നമ്മുടെ ആരുടെ മൂക്ക് വേണം. കൈകളാൽ കോരിയെടുത്ത് ഉമ്മകളാൽ മൂടി നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. അപ്പോഴും നന്ദിനിക്കുട്ടി അവനിലേക്ക് പൊട്ടി ഒഴുകി. അവരുടെ സ്നേഹം കണ്ട് അകത്തു നിന്നിരുന്ന മാലാഖയുടെ മിഴികളും നിറഞ്ഞിരുന്നു. കുറച്ചു സമയം അണച്ചു പിടിച്ച ശേഷം പതിയെ കിടത്തി. അപ്പോഴും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഒത്തിരിയേറെ പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും കൊതിച്ചവളുടെ നന്ദിനിയുടെ ഹൃദയത്തിൽ മഞ്ഞുമഴ പെയ്ത് തീർന്നതുപോലെ ശാന്തമായിരുന്നു അവളുടെ മനസ്സ്. മുഖം താമരമുട്ട് വിരിഞ്ഞതുപോലെ പ്രകാശം പൊഴിച്ചു. ചുണ്ടിൽ മന്ദസ്മിതം കളിയാടി. ഇമകളിൽ രക്തം ഇരച്ചു കയറി കവിളുകൾ തുടുത്തു. അപ്പോഴും വിരൽത്തുമ്പ് ആരവിൽ കോർത്ത് പിടിച്ചിരുന്നു, വിട്ടകലാൻ മനസ്സില്ലാതെ. നന്ദിനിക്കുട്ടിക്കരികിലേക്ക് അവളുടെ ഇമകളിലേക്ക് ഉറ്റുനോക്കി. ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവളുടെ മനസ്സ് വായിക്കാൻ ശ്രമിച്ചു. തുമ്പപ്പൂ പോലെ നിർമാല്യമായ മനസ്സുള്ളവളെ സംതൃപ്തിയോടെ നോക്കി പുഞ്ചിരിച്ചു. ലവ് യു നന്ദിനി. ചുണ്ടുകളമർത്തി മൂർധാവിൽ ചുംബിച്ചതും നിറഞ്ഞ മനസ്സോടെ അവനിലെ പ്രണയം ഏറ്റുവാങ്ങി. എത്രയേറെ കൊതിച്ചിരുന്നു ആരവിൽ നിന്നിങ്ങനെ കേൾക്കാനായി. കടലോളം ആകാശത്തോളം മനസ്സാഗ്രഹിച്ചിരുന്നു പ്രണയം നിറച്ചവിൽ നിന്നും അത് ഏറ്റുവാങ്ങാനായി. പ്രണയം അതിൻ്റെ നിർവൃതിയോടെ ഏറ്റുവാങ്ങി മിഴികൾ പൂട്ടി. ഇമകൾ തുറക്കുമ്പോൾ അതുപോലെ അവൻ നോക്കിയിരിക്കുന്നത് കണ്ടു. മിഴികളിൽ നാണം പൂത്തതും ലജ്ജയാൽ കവിളുകൾ ചുമന്നു തൊടുത്തു. അസ്തമിക്കാറായ സൂര്യന്റെ ചുവപ്പ് കിരണങ്ങളുടെ ശോഭയോടെ അവളൊന്ന് പുഞ്ചിരിച്ചു. ചമ്മണ്ട, തമാശയോടെ ആരോ പറഞ്ഞത് ആസ്വദിച്ചു. മെല്ലെ അവൻ അവളുടെ നെറ്റിയിൽ കൈവച്ചു. തൻ്റെ പനിച്ചൂട് ഏറ്റുവാങ്ങി തനിക്കായി ജന്മം നൽകി വെച്ചവളെ പ്രണയത്തോടെ ഏറെ നേരം സംസാരിക്കാൻ അവൻ്റെ മനസ്സ് കൊതിച്ചു. അവൻ്റെ സാമീപ്യം അകന്നു പോകാതിരിക്കാനായി അവൾ മോഹിച്ചു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. അപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ ഉണ്ണിക്ക് കഴിഞ്ഞില്ല. ഉണ്ണി, ഇതിങ്ങനെ വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. ഒഴിവു ദിവസം ഞായറാഴ്ച ഹിമയുടെ ചൂടും പറ്റി കിടക്കുമ്പോൾ ഉണ്ണിയോട് തീർത്തും പറഞ്ഞു. ലിവിങ് ടുഗദർ അമ്മ സമ്മതിക്കില്ല ഹിമ. പോരെങ്കിൽ നന്ദിനിയുമായുള്ള ഡിവോഴ്സും കഴിഞ്ഞിട്ടില്ല. തന്നിലെ നിസ്സഹായതാവസ്ഥ വെളിപ്പെടുത്തിയിട്ടും ഹിമ കുറച്ചു സമയം ചിന്തയിൽ ലയിച്ചു ചേർന്നു. തറവാട് സ്വത്തുക്കളുമെല്ലാം അമ്മയുടെ പേരിലാ ഹിമ. വിവാഹമായി നടത്തിയില്ലെങ്കിൽ അമ്മ എൻ്റെ പേരിൽ എഴുതി തരില്ല. അത് കേട്ടതും ഹിമ ഞെട്ടിപ്പോയി. ഉണ്ണിയുടെ കനത്ത ശമ്പളവും പാരമ്പര്യമായ തറവാടും സ്വത്തുക്കളുമാണ് അവളുടെ കണ്ണുകൾ. അപ്പോൾ തീർച്ചയായും വിവാഹം തന്നെയാണ് നല്ലതെന്ന് തോന്നി. ശരി ഉണ്ണി, നിന്നെ ഞാനായിട്ട് വിഷമിപ്പിക്കുന്നില്ല. വിവാഹം മതി. പ്രണയപൂർവ്വം അവൻ്റെ കഴുത്തിലൂടെ ആലിംഗനം ചെയ്തു. ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. വീണ്ടും ഉണ്ണിയെ ലഹരിയുടെ കൊടുമുടിയിൽ എത്തിക്കാനായി അവനിലേക്ക് അവൾ പടർന്നു കയറി. 2 ദിവസം കഴിഞ്ഞ് നന്ദിനിക്കുട്ടിയെ റൂമിലേക്ക് മാറ്റി. പനി നന്നായി കുറഞ്ഞിരുന്നു. ആരവാണ് കൂടെ ഇരുന്ന് അവളെ പരിചരിച്ചത്. അത്രയേറെ സാമീപ്യം അവൾ ആഗ്രഹിച്ചിരുന്നു. അവളുടെ മനസ്സ് ആദ്യം മനസ്സിലാക്കിയതും ബാലനായിരുന്നു. ഉമ്മേ, ആരവിൻ്റെ സാമീപ്യം മോള് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമയമാണ്. അവൻ കൂടെ നിൽക്കട്ടെടി. ആകെയുള്ള ഒരെണ്ണത്തിൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അങ്ങനെ പറയുമ്പോൾ അയാളുടെ സ്വരം ഇടറിയിരുന്നു. ആണും പെണ്ണുമായിട്ട് ആകെ ഒരെണ്ണേ ഉള്ളൂ. മതി ബാലേട്ടാ, നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ സന്തോഷമാണ് വലുത്. നന്ദിനിയുടെ അവസ്ഥ ഓർക്കുമ്പോൾ ഉമ്മയൊന്ന് തേങ്ങിപ്പോയി. എത്രയേറെ സന്തോഷത്തോടെയാണ് ഉണ്ണിയുമായി വിവാഹത്തിന് അവൾ ഒരുങ്ങിയത്. ഒരുമിച്ച് അവർ ഒരു ജീവിതം തുടങ്ങിയിട്ടും ഒരിക്കൽ പോലും ഉണ്ണിയെ കുറ്റം പറഞ്ഞിട്ടില്ല. ഉണ്ണിയേട്ടന് ജീവനാണെന്നേ എപ്പോഴും പറയൂ. ഒരു പക്ഷേ
ഇഷ്ടപ്പെടാത്തത് ഒളിപ്പിച്ചതും അച്ഛനും അമ്മയും സങ്കടപ്പെടാതിരിക്കാനാവും. പിടിച്ചു നിൽക്കാവുന്നതിൽ കൂടുതൽ അവൾ നിൽക്കാൻ ശ്രമിച്ചെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ബാലന്റെ അഭിപ്രായം തന്നെയായിരുന്നു ആനന്ദിന്റെയും. അയാൾക്കും അവളെ നന്ദിനിക്കുട്ടിയെ ജീവനാണ്. അവൾ വന്നതിന് ശേഷം തുളസിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കുറച്ചുകൂടി തെളിച്ചം അവരുടെ മിഴികളിലുണ്ട്. രണ്ടുപേരുടെയും മനസ്സറിഞ്ഞ സ്ഥിതിക്ക് ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ബാല. നമുക്ക് അവരുടെ വിവാഹം പെട്ടെന്ന് നടത്താം. നന്ദിനിക്കുട്ടി സമാധാനമായി ജീവിക്കട്ടെ. അങ്ങനെയല്ലടോ, ഡിവോഴ്സ് ആദ്യം നേടട്ടെ. അതുവരെ അവർ പ്രണയിക്കട്ടെ. പ്രായം പ്രണയത്തിനൊരു തടസ്സമല്ലല്ലോ. ബാലൻ ആനന്ദിനെ ഓർമ്മിപ്പിച്ചു. എങ്കിൽ അങ്ങനെ മതിയടാ, പെട്ടെന്ന് ഡിവോഴ്സ് നോട്ടീസ് അയക്കണം. അതെ, വീട്ടിൽ വന്നിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ബാലൻ പറഞ്ഞപ്പോൾ ആനന്ദൻ വീണ്ടും ചിന്തയിലായി. ഡാ, നിനക്ക് അവിടുത്തെ എല്ലാം വിറ്റുപെറുക്കി ഇങ്ങോട്ട് പോരരുതോ? എന്തായാലും മോളിനി ഈ നാട്ടിലാ ജീവിക്കുന്നേ. നമ്മുടെ മോളുടെ സന്തോഷം കണ്ട് നമുക്കിവിടെ അങ്ങ് കൂടാന്നേ. ഞാനും അങ്ങനെ ഒരു ആലോചനയിലാ. ശേഷിച്ച കാലം നന്ദിനിക്കുട്ടിക്കും നിനക്കൊപ്പം ഇവിടെ അങ്ങ് ആവാം. ബാലൻ ഉമയോട് സൂചിപ്പിച്ചു. അവർക്ക് ഇതിൽ കൂടുതൽ മറ്റൊരു സന്തോഷവും ഇല്ലായിരുന്നു. ബാലേട്ടൻ എന്ത് കരുതുമെന്ന് കരുതിയ ഞാൻ സൂചിപ്പിക്കാഞ്ഞത്. എൻ്റെ മനസ്സിലും അങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതോടെ മൂവർക്കും സന്തോഷമായി. ഇതേ സമയം ആനന്ദൻ മറ്റൊന്നു കൂടി ആലോചിച്ചു. തങ്ങളുടെ കാലശേഷം പിന്തുടർച്ച അവകാശമില്ല. എല്ലാം നന്ദിനിക്കുട്ടിയുടെ പേരിലാക്കിയ ശേഷം റെസ്റ്റ് എടുക്കണം. കഴിക്കും നന്ദിനിക്കുട്ടി. അവൾക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റും വെള്ളവും എടുത്ത് നീട്ടി. എനിക്ക് ടാബ്ലറ്റ് ഇഷ്ടമല്ല ആരവ്. ദയനീയമായി അവനെ നോക്കി. അസുഖം കുറയാനല്ലേ, കഴിക്ക്. കഴിക്ക് ടീച്ചറമ്മേ. ഒപ്പമുണ്ടായിരുന്ന ആരതിക്കുട്ടിയും പറഞ്ഞു. ടീച്ചറമ്മയല്ല, അമ്മ എന്ന് വിളിച്ചാൽ മതി കേട്ടോ മോളെ. വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ച് തഴുകി. അമ്മേ. മോള് നീട്ടി വിളിച്ചതും സന്തോഷത്താൽ കണ്ണിറഞ്ഞു. കഴിക്കമ്മേ. മോള് പിന്നെയും പറഞ്ഞതോടെ കണ്ണുകൾ അടച്ച് ടാബ്ലറ്റ് വിഴുങ്ങി ഒപ്പം വെള്ളവും കുടിച്ചു. ആരതിക്കുട്ടി. ഉമ്മ പുറത്തുനിന്ന് വിളിച്ചതോടെ മുത്തശ്ശി എന്ന് വിളിക്കേട്ട് പുറത്തേക്കോടി. വല്ലാത്ത കയ്പ്. നന്ദിനിക്കുട്ടി മുഖം ചുളിച്ചു. ആരോ ഓറഞ്ചിന്റെ തൊലി നീക്കി അല്ലിയടർത്തി അവളുടെ നാവിലേക്ക് വെച്ചുകൊടുത്തു. ഒപ്പം കുസൃതിയോടെ അവൻ അവൻ്റെ പാതി കടിച്ചു. അത് തീരാറായതും പതിയെ ചുണ്ടുകൾ കൂട്ടിമുട്ടി. ഇരുവരുടെയും ശരീരത്തിലൊരു വിറയൽ പടർന്നു കയറി. മെല്ലെ അവൻ അവളുടെ അധരങ്ങൾ നുകർന്നതും ആരവിൻ്റെ തലയിലൂടെ കൈയിട്ട് ബലമായി അമർത്തിപ്പിടിച്ചു. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.